സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലും കുറച്ച് ക്രിറ്റിസിസം ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെ ഗൗരവമേറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ കണ്ടു. പക്ഷേ ഇന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ആവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. മറ്റൊന്നുമല്ല, ഇന്ന് ഈ ദിവസം കണ്ട ഒരു വീഡിയോയെക്കുറിച്ചായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കൂടെ ഒത്തിരിയേറെ വീഡിയോസൊക്കെ ഈ ആഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. പക്ഷേ ഈ കാണുന്ന വീഡിയോസൊക്കെ ഇതിലൂടെ എന്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന ഒരു രീതിയിലാണ്. നമ്മൾ മറ്റു രീതിയിലുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും സന്ദേശം ഉൾക്കൊള്ളുക എന്നതാണ് എൻ്റെ ഒരു പർപ്പസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുമല്ലോ. അപ്പോൾ ഇന്ന് പറയുന്ന ആ ഒരു വീഡിയോയെക്കുറിച്ച് ഇതാണ്. ഒരു ഇംഗ്ലീഷ് വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ കാണുന്നത് ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസർ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഈ ഗുണനപ്പട്ടികയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഗുണനപ്പട്ടികയുടെ ആദ്യത്തെ 9 സ്റ്റെപ്പും അദ്ദേഹം കറക്റ്റ് ആയിട്ട് എഴുതുന്നു. 10ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ചെറിയൊരു തെറ്റ് അദ്ദേഹം മനഃപൂർവ്വം വരുത്തുന്നുണ്ട്. അത്ര നേരം വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന ആ ക്ലാസ് റൂം ആ ഒരു മിസ്റ്റേക്ക് കണ്ടതോടുകൂടി എല്ലാവരും ബഹളമായി. പ്രൊഫസറിനെ കളിയാക്കുന്ന രീതിയിൽ ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യത്തിലും മിസ്റ്റേക്ക് വരുത്തിയില്ലോ എന്ന രീതിയിൽ ഒക്കെ കമൻറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ പ്രൊഫസർ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അറിയാതെ സംഭവിച്ച ഒരു മിസ്റ്റേക്കല്ല, ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്കാണത്. കാരണം ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യാനുള്ള ഒരു പദ്ധതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും മുഖം വളരെ ഗൗരവത്തിലായി. ഉടനെ തന്നെ ഈ പ്രൊഫസർ പറയുന്നുണ്ട്, ഞാൻ ഈ 9 കറക്റ്റ് ആൻസർ എഴുതിയപ്പോഴും നിങ്ങളുടെ മുഖത്ത് യാതൊരു പ്രതികരണവുമില്ലായിരുന്നു. എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു. പക്ഷേ ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തിയ ആ നിമിഷം നിങ്ങൾ പൊട്ടിച്ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സന്ദേശം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ എപ്പോഴും നിങ്ങൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. അതുവരെ നിങ്ങൾ ചെയ്ത നന്മകളെക്കുറിച്ചോ നല്ല കാര്യങ്ങളെക്കുറിച്ചോ അവർ സംസാരിക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ എടുത്തു കാണിക്കുകയും അതിനെക്കുറിച്ച് നിങ്ങളെ വിമർശിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനു മുമ്പ് നിങ്ങൾ 9 നല്ല കാര്യങ്ങൾ ചെയ്തു, 9 നന്മകൾ ചെയ്തു. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൻ പറയുന്ന ഈ ഒരു ക്രിറ്റിസിസം നിൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനേക്കാൾ നല്ല ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനു മുമ്പ് നിൻ്റെ ലൈഫിൽ നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വിമർശനം കേട്ട് തളരാതെ ഇതിനു മുമ്പ് ചെയ്ത ആ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്യും. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം വേറൊന്നുമല്ല, ആ ക്രിട്ടിസൈസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കുക. എന്താണ് ഞാൻ വരുത്തിയ മിസ്റ്റേക്ക്? ഇതിപ്പോൾ നിങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഗൗരവമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് തിരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പലപ്പോഴും ഈ ഒരു സന്ദേശം എൻ്റെ പല വീഡിയോസിലും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ വിമർശിച്ച കാര്യത്തിൽ നിന്നും ആ തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കി തിരുത്തുക. അതോടൊപ്പം തന്നെ ആ വിമർശിച്ച വ്യക്തിയോട് ഒരു താങ്ക്സ് പറയാനും മറക്കാതിരിക്കുക. കാരണം ആ ഒരു താങ്ക്സ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല അവിടെ വിജയിക്കുന്നത്, മറിച്ച് നിങ്ങളെ വിമർശിച്ച ആ വ്യക്തി കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കി എന്നതിൻ്റെ ഒരു പ്രതികരണമാണ് നിങ്ങളുടെ താങ്ക്സിൽ നിന്നും ഉണ്ടാവുക. അത് അദ്ദേഹത്തിനും വളരാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ അവസരങ്ങളിൽ പതറുന്നതിന് പകരം നമ്മൾ തിരിച്ചറിവിലേക്ക് കടന്നു വരിക, ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി തിരുത്തുക. അതോടൊപ്പം തന്നെ മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റുകളിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ആ 2 സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തെറ്റുകളിലേക്ക് വീഴാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കും. തെറ്റുകളിലേക്ക് വീഴുമ്പോൾ അത് സമൂഹത്തിന് നമ്മളെ നോക്കി ചിരിക്കാനുള്ള അവസരമാണ്, നമ്മളെ വിമർശിക്കാനുള്ള അവസരമാണ്, നമ്മളെ കളിയാക്കാനും താഴ്ത്തി കെട്ടാനുമുള്ള അവസരമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റുകൾ വരുത്താതിരിക്കുന്നതല്ലേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുക. ആ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവർക്കുള്ള ഒരു അവസരം ഞാൻ തന്നെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ അവസരം തുറന്നു കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുത്താതെ മുന്നോട്ട് പോകുക. മനുഷ്യരാണ്, വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിശ്രമം തുടരുക, തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് അവരൊന്നും പറയാൻ സാധ്യതയില്ല, പക്ഷെ അതിൽ തളരാതിരിക്കുക. കാരണം നമ്മുടെ നന്മകൾ നമുക്ക് തന്നെ ഒരു നല്ലതിന് വേണ്ടി ഭവിക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. കൃത്യമായ സമയം ദൈവം നമ്മളെ ഉയർത്തും. ആ ഉയർത്തലിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്ത്യൻ വ്യൂ അനുസരിച്ച് ഒരു മഹത്വത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുക. കർത്താവിലേക്ക് ഉയരാനുള്ള ഒരു അവസരമായിട്ട് അത് മാറുക അപ്പോഴാണ്. മറ്റുള്ളവർ എന്തെങ്കിലും തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ച് നന്മ ചെയ്യാനല്ല കർത്താവ് പറയുന്നത്. തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അവസാന നിമിഷം നീ ഉയർപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഉയർത്തപ്പെടും. ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഗൗരവമേറിയ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ ഇതുപോലെയുള്ള ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഒരു വ്യക്തി നിന്നെ ക്രിറ്റിസൈസ് ചെയ്താൽ ആ നിമിഷമായിരിക്കും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള എളിമ കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അപ്പോൾ അതിനുവേണ്ടിയും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.